കേരളത്തിൽ 215 CPM സഖാക്കളാണ് RSSന്റെ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്. അതിന് ചില മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിലെ നേതാക്കന്മാർക്ക് അക്രമത്തോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, വക്രീകരിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയോട് ഏപ്റ്റായിട്ട് പറ്റിയ നിലയിൽ പ്രതികരിച്ചോ എന്ന ചോദ്യം ചോദിച്ചാൽ അത് ഞങ്ങളൊരു സെൽഫ് ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല നിലക്ക് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളീയ സമൂഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട മാതൃകയായി പ്രവർത്തിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു ആപൽ സൂചനകൾ വന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന് നമ്പൂതിരിയാണ്, അടുത്ത ജന്മത്തിൽ നമ്പൂരിയായിട്ട് ജനിക്കണം. 100 വർഷം മുമ്പ് നമ്പൂതിരിക്ക് മനുഷ്യനാകണം എന്നുള്ളതിൻ്റെ നമ്മളിപ്പോൾ മാറി. സമൂഹത്തിന് മൊത്തത്തിൽ ഒരു പിന്നടത്തം പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ജാഗ്രതപ്പെടണം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കണ്ടാൽ എന്താ അന്വേഷിക്കേണ്ടത്? പേരൂര്, തൊഴിലീ മൂന്നും പോരുമായത് കേൾക്കുക എന്നതാണ്. ഈ മൂന്നും അല്ലാതെ നിങ്ങളെ ശരീരം കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഏത് ജാതിയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതർകൂത്വം ഗവാം യഥ എന്നതാണ്. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുനരുത്ഥാനം, ഇതാണ് നവോത്ഥാനം, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ബ്ലണ്ടായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനും ഞങ്ങൾ ഇന്നിടത്താണ് നിൽക്കുന്നത് എന്ന് പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ അതാണ് ചോദിക്കുന്നത്. UDFന്റെ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ കാലാൾപ്പടകൾ ആരായിരുന്നു? ജാതിമത വർഗീയ ശക്തികളാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ബഹുജനാടിത്തറ നോക്കുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും പ്രധാനം. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് CPM സ്വീകരിച്ചു എന്നതാണല്ലോ എൻ്റെ ചോദ്യം, താങ്കൾ ആരോപിക്കുന്നത്. അത് വസ്തുതയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഓരോന്നും ഉണ്ടായപ്പോൾ ആരാണതിനെ പ്രതിരോധിച്ചത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ജേക്കബിനോട് ചോദിക്കുന്നത്. അല്ല, ആ ചോദ്യത്തിന് എനിക്ക് പി ജയരാജൻ തന്നെയാണ് ഏറ്റവും നല്ല ഉത്തരം. നിങ്ങളുടെ ശരീരം തന്നെയാണ് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം. ഞാനെന്ന വ്യക്തി മാത്രമല്ല. ശ്രീ പി ജയരാജൻ കേരളത്തിലെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വ മുഖങ്ങളിലൊന്നാണ്. കണ്ണൂരെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇതിനേക്കാളും അപ്പുറത്ത് വേറൊരു മുഖം കൂടിയുണ്ട് ശ്രീ ജയരാജൻ. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന സാമൂഹ്യ ചലനങ്ങളെ സൂക്ഷിച്ച് നോക്കുന്ന മാർക്സിസ്റ്റുകാരിൽ ഒരാൾ കൂടിയാണ്. നോക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലേക്ക് ഒരു മാർക്സിസ്റ്റ് തോട്ട് പകർത്താനുമുള്ള ശ്രദ്ധ അദ്ദേഹം കാണിക്കാറുണ്ട്. അങ്ങനെയാണ് ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നതാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള പുസ്തകം. ആ പുസ്തകം ഇപ്പോൾ നന്നായിട്ട് വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? തീർച്ചയായിട്ടും. അത് ചിന്ത പബ്ലിഷേഴ്സാണല്ലോ പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ 6ാം പതിപ്പിലേക്ക് പോവുകയാണ്. ഒരു മാസം കൊണ്ട്. അതെ, ഒരു മാസത്തിനകം 6ാം പതിപ്പിലേക്ക്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ആമുഖത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരക്കിനിടയിൽ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഒരു മാസത്തിനകം 6ാം പതിപ്പിലേക്ക്. അതുപോലെ തന്നെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട്, കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അതിൻ്റെയും 6ാം പതിപ്പാണ് ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കേരളീയ സമൂഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട മാതൃകയായി പ്രവർത്തിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു ആപൽ സൂചനകൾ വന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആപൽ സൂചനകൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ ചലനങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചരിത്രത്തെ സംബന്ധിച്ച് ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷേ ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇടപെടൽ ആവശ്യമായിട്ടുള്ളൊരു മേഖലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ രണ്ട് പുസ്തകത്തിൻ്റെയും പ്രതിപാദ്യ വിഷയം കേരളീയ സമൂഹം, പ്രത്യേകിച്ച് ഈ മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്തായിട്ടാണല്ലോ കേരളത്തെ കണക്കാക്കുന്നത്. ആപൽ സൂചനയാണ് ഈ അടുത്ത കാലത്തെ പ്രവണതകൾ. അതിൽ ഏറ്റവും ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും അതിലേക്കുള്ളൊരു സൂചനയാണ്. ആ സൂചന മനസ്സിലാക്കിക്കൊണ്ട്
കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികളൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഇടപെടേണ്ടതുണ്ട്. ആശയ സമരത്തിൻ്റെ ഒരു പുതിയ തലം ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ് ഈ രണ്ട് പുസ്തകങ്ങളിലൂടെയും വായനക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ചരിത്രകാരനല്ലെങ്കിലും ഞാൻ ഈ പുസ്തകത്തിൽ ശരിക്കുള്ള അക്കാഡമിക് ചരിത്രകാരന്മാർ എഴുതുന്ന പല പാറ്റേണുകളും കണ്ടിട്ടുണ്ട്. വളരെ കൃത്യമായ റെഫറൻസുകൾ, അതിൻ്റെ ചരിത്ര എഴുത്തിൻ്റെ ചില പാറ്റേണുകളുണ്ട്, അത് ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ പഠിച്ചെടുത്തു? അല്ല, അതിൽ പ്രധാനമായിട്ട് ഈ ചരിത്രത്തെ നമ്മൾ ശരിയായി പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളീയ സമൂഹം ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അത് സംബന്ധിച്ചുള്ള പഠനത്തിൽ നിന്നാണ് ഈ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ കൂടി സനാതനയുടെ ഹിന്ദുത്വ വഴികൾ എന്ന ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റേ പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിലും ഇതേപോലെയുള്ള ചരിത്രത്തിൻ്റെ ഒരു പുനർവായന നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുനർവായന ആവശ്യമായിട്ടുള്ള മേഖലകളെ സംബന്ധിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം സംബന്ധിച്ച് ഈ ചർച്ചയിൽ വിശദമായിട്ട് നമുക്ക് പറയാനാവില്ലെങ്കിലും സൂക്ഷ്മമായി പറഞ്ഞാൽ നമ്മുടെ നവോത്ഥാന നായകന്മാർ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുനർവായന ഒന്നാം സ്ഥാനത്ത് പരിഗണിക്കണം എന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിജിയെപ്പോലും സനാതന ധർമ്മത്തിൻ്റെ പ്രചാരകനായിട്ട് ചിത്രീകരിക്കുക. ഇതാണ് 2024 കേരളത്തിലെ RSS പ്രസിദ്ധീകരണമായിട്ടുള്ള കേസരിയുടെ ഓണപ്പതിപ്പ്. 13 ലേഖനങ്ങളാണ് സനാതന ധർമ്മത്തെപ്പറ്റി. എന്നിട്ട് അതിൽ ഒരു ലേഖകൻ പറയാണ്, സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചയാളാണ് ഗാന്ധി. വല്ല സംശയമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജ് വായിക്കുക എന്നതാണ്. എത്ര സാമർഥ്യപൂർവ്വമാണ് വളച്ചൊടിക്കൽ നടക്കുന്നത്. ഹിന്ദു സ്വരാജ്, അങ്ങനെ ഒരു പുസ്തകം മഹാത്മാഗാന്ധി എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതിയത് ഹിന്ദ് സ്വരാജ് എന്നാണ്. HINDSWARAG, ഹിന്ദു സ്വരാജ്. ഹിന്ദുസ്ഥാനിലെ സ്വരാജ്യ സ്ഥാപനം എങ്ങനെ എന്നതാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സനാതന ധർമ്മത്തെപ്പറ്റി ഒരു വാക്ക് പോലും കാണാൻ പറ്റില്ല. അപ്പോൾ അത്രമാത്രം വളച്ചൊടിക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിയെയും ഒരു പുനർവായനക്ക് വിധേയമാക്കണം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് രണ്ട് ഫ്ലോ ഞാനിൻ്റെ അകത്ത് കണ്ടു. ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഴുക്ക്. ഒന്ന്, ഹിന്ദുമത നേതാക്കളായി നമ്മൾ കാണുന്ന മനുഷ്യർ, ശ്രീനാരായണ ഗുരുവുണ്ട്, മഹാത്മാഗാന്ധിയുണ്ട്, അയ്യങ്കാളിയുണ്ട്. അദ്ദേഹം ഹിന്ദുമത നേതാവായിട്ടല്ല എങ്കിൽ കൂടി പൊതുവെ ചട്ടമ്പി സ്വാമികൾ, ഇവരൊക്കെ, അംബേദ്കർ, ഈ മനുഷ്യരൊക്കെ പിന്തുടർന്നു പോകുന്ന മതത്തിൻ്റെ ആചാരത്തിൻ്റെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വോൾവർക്കറെ പോലുള്ള ആൾക്കാരുടെ അവരുടെ മതവും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് എസെൻഷ്യലി ഈ പുസ്തകം. ഇത് തമ്മിൽ ബന്ധമില്ല. സനാതനികൾ പറയുന്ന മതമോ ആചാരമോ അല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഗാന്ധിജി അടക്കമുള്ള, ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഈ പുനർവായനയാണോ ശ്രീ ജയരാജൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും. അതായത് ഈ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സംഘപരിവാർ ഏത് തരം കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്? അതൊരു നിർമ്മിതിയാണ്. ഇതാണ് ഹിന്ദുത്വ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുമതം നിർമ്മിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് പഠിച്ചപ്പോൾ ഇവിടെ എപ്പോഴാണ് ഹിന്ദുമതം എന്നുള്ള മതം സ്ഥാപിക്കപ്പെട്ടത്? 1891 സെൻസസ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ആര്യന്മാർ എന്ന് ചേർക്കണം എന്നാണ് ആര്യ സമാജം നിഷ്കർഷിച്ചത്. പിന്നീട് അത് ഹിന്ദുമതം എന്ന് ചേർത്തു. അങ്ങനെയാണ് ഹിന്ദു മതസ്ഥന്മാർ ഇത്രയുണ്ട് എന്നുള്ള കണക്ക് തന്നെ രാജ്യത്ത് വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുഗളന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു മതമോ സിദ്ധാന്തമോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പം ഇസ്ലാം മതത്തിന് ഒരു മതകേന്ദ്രമുണ്ട്, അതിന് ആധാരമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഖുറാൻ. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും മതകേന്ദ്രങ്ങളുണ്ട്, അതിൻ്റെ ആധാരമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, അതാണ് ബൈബിൾ. അതേപോലെ ഹിന്ദു മതത്തിന് ഏതെങ്കിലും ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഹിന്ദുത്വവാദികൾക്ക് കഴിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ
ഒരു കൃത്രിമമായിട്ടുള്ള മതം നിർമ്മിച്ചെടുക്കുക, അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയ ഉദ്ദേശം ഇല്ലാതെ ഒരു സെമിറ്റിക് മതത്തിൻ്റെ രൂപഭാവങ്ങളില്ലാതെയും ഹിന്ദുമതം, നമ്മൾ ഈ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കും അവർക്ക് ജീവിക്കാം. അവർക്ക് ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലേക്ക് അവരുടെ മതത്തെ ചുരുക്കുന്നതിന് പകരം അല്ലാതെയും ജീവിക്കാം എന്ന് പറയുന്ന ആൾക്കാരുടെ പേരുകളാണ് ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നതും ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നതും. അംബേദ്കർ അദ്ദേഹത്തിന് അവസാനമായപ്പോൾ കുറച്ച് വ്യത്യാസം. മഹാത്മാഗാന്ധി അവസാനം വരെ ഹിന്ദുമത വിശ്വാസിയായിരുന്നു, സനാതനി ആയിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ മഹാത്മാഗാന്ധി ആയിരിക്കണം. കാരണം ആദ്യം വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ വലിയ പ്രചാരകനായിരുന്ന മഹാത്മാഗാന്ധി അവസാനമായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്നുള്ള വിവാഹം കഴിക്കുമ്പം പെൺകുട്ടി ഉയർന്ന ജാതിയിൽപ്പെട്ട ആളും വരൻ താഴ്ന്ന ജാതി, പഴയ കണക്ക് അങ്ങനെയുള്ള വിവാഹത്തിന് മാത്രമേ താൻ പങ്കെടുക്കൂ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് വർണ്ണാശ്രമ ധർമ്മത്തെ എതിർക്കുന്ന ഒരാളായിട്ട് ഗാന്ധിജി മാറിയിട്ടുണ്ടായിരുന്നു. ആ ഗാന്ധിജിയും സനാതനിയാണ് എന്നുള്ളതാണ് RSS മുമ്പോട്ട് വെക്കുന്നത്. ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് ശ്രീ ജയരാജൻ്റെ. കാരണം RSSന് വലിയ രാജ്യത്ത് ഹിന്ദുമതം അപകടത്തിൽ എന്ന് പറഞ്ഞ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോടുള്ള ചെറുത്തുനിൽപ്പ് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഈ ചരിത്രത്തിൻ്റെ വക്രീകരണത്തിനെതിരായിട്ട്, വളച്ചൊടിക്കലിനെതിരായിട്ട് നല്ല ആശയ സമരം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാനൊരു വാർത്ത കണ്ടു. അതായത് നരേന്ദ്രമോദി 4399 ദിവസം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ നെഹ്റുവിനെ തിരസ്കരിക്കുകയാണ്, നെഹ്റുവിനെ തള്ളിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി പദം 1952 മുതൽ മാത്രം കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 4398. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നൊരു പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് ദീർഘമായിട്ടൊരു സമരത്തിൻ്റെ ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രത്തിൻ്റെ ഭാഗമായി 1946 വൈസ്രോയി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് നെഹ്റുവിനെ അധികാര സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത്. അതാണ് ചരിത്രം. 46 സെപ്റ്റംബറിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ കേന്ദ്രാധികാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾ അമ്പരന്ന് പോകുന്ന നിലക്കുള്ള നുണ നിർമ്മിതിയാണ് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 47 ആഗസ്റ്റ് 15 കഴിഞ്ഞു. അതിനുശേഷം ഒരു ഭരണഘടന നിലവിൽ വന്നു. നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക്. ഇതാണ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായിരുന്നു നെഹ്റു. മാത്രമല്ല വൈസ്രോയി ക്ഷണിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നെഹ്റുവിനെയാണ്. അന്ന് നെഹ്റുവിനെതിരായിട്ട് 2 പേര് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവർ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയുള്ള നെഹ്റുവിനെയാണ് രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിക്കാൻ ഒരു മന്ത്രിസഭ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുമുതൽ അദ്ദേഹം കേന്ദ്രാധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ചരിത്രത്തെ എങ്ങനെയാണ് അപനിർമ്മിക്കുന്നത്, വക്രീകരിക്കുന്നത്, വളച്ചൊടിക്കുന്നത്, നൂറാവർത്തി വന്നാൽ സത്യമാവും എന്നുള്ള ഗീബൽസിൻ്റെ സിദ്ധാന്തം, അത് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഈ രാജ്യത്ത് സ്ഥാപിക്കുകയാണത്. അപ്പോൾ ചരിത്രത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഒരു ജനകീയ ശക്തി ഈ രാജ്യത്ത് രൂപപ്പെടും. അത് വേണ്ടത്ര വന്നിട്ടില്ല എന്നത് ജേക്കബ് പറയുന്നത് വളരെ ശരിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളം ഈ ചരിത്രത്തെ ശരിയായി പഠിപ്പിക്കുന്ന നിലക്കുള്ള ഒരു ബഹുജന വിദ്യാഭ്യാസ പ്രസ്ഥാനം വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ പുസ്തകത്തിൽ ഞാൻ കാണുന്നത് വളരെ കൃത്യമായും നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകർ അവരുടെ നിലപാടുകൾ എന്താണ്, സനാതന ഹിന്ദുവിൻ്റെ നിലപാട് എന്താണ്, ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതാണ് മുമ്പോട്ടുള്ള വഴി. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് വഴി. ഇതാണ് വഴി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച വഴിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്തോ വഴി ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയില്ല, പക്ഷെ നമ്മൾ ഇത്ര എലാബറേറ്റ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് ലെനിനിസ്റ്റ് രീതിയുണ്ട്. ലെനിനിസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ എന്താ? മൂർത്തമായ സാഹചര്യത്തിൻ്റെ മൂർത്തമായ പഠനം, പ്രയോഗം, ലെനിനിസ്റ്റ് രീതിയാണ്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിലെ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നിങ്ങൾ
ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നത് ഹിന്ദു മതവിശ്വാസങ്ങളെ ഏകോപിപ്പിക്കുക. കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ജാതീയത ഏറ്റവും കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്, നിലനിന്നിരുന്ന സമൂഹമാണ്. അവിടെ ബി ജെ പിയുടെ മുദ്രാവാക്യം എന്താ? വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മുദ്രാവാക്യമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നാണ്. അപ്പോൾ നായാടി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഒരു 150 കൊല്ലം മുമ്പ്? ഇത് സമൂഹം ഓർമ്മിക്കണ്ടേ? ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, മഹാത്മാഗാന്ധി പാലക്കാട് എത്തിയപ്പോൾ ഒരു നായാടിയുടെ ദയനീയമായിട്ട് ശബ്ദം കേട്ടു. അദ്ദേഹം കൂടെയുള്ള രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പോൾ പറഞ്ഞു, നായാടി ഭിക്ഷ യാചിക്കുന്ന ശബ്ദമാണ്. കൈതക്കൂട്ടത്തിൻ്റെ മറയത്തിരുന്ന്, മരത്തിൻ്റെ മറയത്തിരുന്ന് മാത്രം ഇതര മനുഷ്യരോട്, മറ്റ് ജാതിയിൽപ്പെട്ടവരോട് സംവദിക്കാൻ, ചോദ്യം ചോദിക്കാൻ, അവകാശപ്പെടാൻ ഒക്കെ മാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്ന നായാടിയെ തനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഓടി ദൂരെ മാറിപ്പോയി കളഞ്ഞു. കാരണം ആ നായാടിയുടെ അഹംബോധം എന്താണ്? ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ലാത്ത ജാതിയാണ്. ഇങ്ങനെ ജാതി അടിമത്തം നിലനിന്നിട്ടുള്ള കേരളത്തിൽ ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ വന്നു. പക്ഷേ ഇന്ന് ബി ജെ പി സംഘപരിവാരം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ ഈ അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള നായാടിക്ക് എന്താ തോന്നൽ? ഞാൻ ശക്തിപ്പെടുകയാണ്, ഞാൻ കൂടുതൽ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുന്നു. ഈഴവന് തോന്നുന്നു ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുന്നു, നായർക്ക് തോന്നുന്നു, നമ്പൂതിരിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനാണ് കേരളത്തിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് വഴി? അപ്പോൾ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം, ഇവർ മുന്നോട്ട് വെക്കുന്ന സ്വത്വ രാഷ്ട്രീയം, അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അപകടമാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയവാദികളെയും തീവ്രവാദികളെയും ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം. ഇത് CPM-ൻ്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ ഉണ്ട്. അത് സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അംഗീകരിച്ചിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിലും കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർത്ത്. കാരണം വിശ്വാസികളെ വഴിതെറ്റിക്കാനാണല്ലോ അവർ പരിശ്രമിക്കുന്നത്. എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഭാഗവത സപ്താഹയജ്ഞം നടത്തിയിട്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുക, ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തിയിട്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുക. അപ്പോൾ ചരിത്രം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ ചരിത്രത്തിൽ അസമത്വത്തിൻ്റെ സിദ്ധാന്തമാണ് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്നത്, ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അതിൽ വർഗപ്രസ്ഥാനങ്ങൾക്കും ബഹുജന പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഇടതുപക്ഷത്തിന് മാത്രമേ അത് നിർവഹിക്കാൻ പറ്റൂ. അപ്പോൾ ഈ മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ ഇനി മുന്നോട്ട് കൂടുതൽ ശക്തമായിട്ട് നടത്തണം. വർഗീയ ശക്തികളെ എതിരിട്ടുകൊണ്ടുള്ള വിട്ടുവീഴ്ച കൂടാതെയുള്ള ആശയ സമരം കേരളത്തിൽ ശക്തിപ്പെടുത്തണം. അതാണ് CPM-ഉം ഇടതുപക്ഷവും ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ശ്രീനാരായണ ഗുരുവിനാണ് ഏറ്റവും ആദ്യം പുനർവായനയ്ക്ക് വേണ്ടി വെക്കുന്ന ആൾ. ശ്രീനാരായണ ഗുരുവിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണ് എന്നുള്ള നാരായണ ഗുരുവിൻ്റെ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കാവ്യ ഉടുപ്പിച്ചുകൊണ്ടുള്ള, മഞ്ഞയ്ക്ക് പകരം കാവ്യൊക്കെ ഉടുപ്പിച്ചുകൊണ്ടുള്ള ഇത് വരുന്നുണ്ട്. ഇതിനെതിരെയുള്ള നമ്മുടെ ഒരു സോഷ്യൽ റെസിസ്റ്റൻസ് എത്രത്തോളം വേണ്ട പോലെ ഉണ്ടാകുന്നുണ്ട്? കേരളത്തിൽ പോലും ഗുരുവിൻ്റെ വളരെ കൃത്യമാണ് ഗുരുവിൻ്റെ നിലപാടുകൾ. എനിക്കൊന്ന് റൈസർ ഷാർപ്പാണ്. ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞതിലൊന്നും ഒരു തരത്തിലുള്ള വളച്ചൊടിക്കലും സ്കോപ്പില്ലാത്ത ഒരാളാണ്. ഏറ്റവും അവസാനം പറയുന്നത് നാം ഇതെല്ലാം വിട്ടു എന്ന് പോലും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഹിന്ദു സന്യാസിയാക്കി മാറ്റുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി അടക്കം അതിന് കൂടെ വർത്തമാനം പറഞ്ഞു പോകുന്നുമുണ്ട്. ഇതെങ്ങനെ ബാധിക്കും കേരളത്തിലെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജേക്കബ് ഇവിടെ ഉന്നയിച്ചത്. അതായത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ് കേരളം. കേരളം ഈ വിധം മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായിട്ട് കേരളം എങ്ങനെയാണ് മാറിയത്? അത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഈ ബ്രാഹ്മണീയമായിട്ടുള്ള ക്ഷേത്രത്തിനല്ല പ്രതിഷ്ഠയിട്ടത്.
ഇതാണ് അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അരുവിൽ ഇറങ്ങുന്നു, ഒരു കല്ലെടുക്കുന്നു, പ്രതിഷ്ഠ നടത്തുന്നു, എന്നിട്ട് അത് ശിവനാണെന്ന് കണ്ട് നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ എന്ന് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട സമൂഹത്തോട് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തം കൈപ്പടയാൽ അവിടെ എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമല്ല ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ജാതിഭേദവും മതപരമായ വിദ്വേഷവും പുലർത്താതെ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കണക്കാക്കണം. സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ സാഹോദര്യത്തിൻ്റെ സന്ദേശം ഇവിടെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിപ്ലവകരമായിട്ടൊരു മാറ്റത്തിനുള്ള ആഹ്വാനമാണ്. മതപരമായിട്ടുള്ള വിദ്വേഷം പാടില്ല, അതുപോലെ തന്നെ ജാതിഭേദം പാടില്ല. ഒരു 150 കൊല്ലം മുമ്പുള്ള കേരളം എങ്ങനെയാണ് എന്ന് പുതിയ തലമുറക്ക് അറിയില്ല. 150 കൊല്ലം മുമ്പേയുള്ള കേരളം ഇന്ന് നമുക്ക് ഏത് പ്രദേശത്ത് പോയിട്ടും ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കാം. അപ്പോൾ തൊട്ടിരിക്കാം. സ്ത്രീയും പുരുഷനും ആബാലവൃദ്ധം ജനങ്ങൾക്ക് തൊട്ടിരിക്കാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ നിലക്കും നമുക്ക് ഇതര മനുഷ്യരുമായിട്ട് സംവദിക്കാം. ഏകദേശം തുല്യതയുള്ള മനുഷ്യരായിട്ട് നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും ഏതാണ്ട് ഏതാണ്ട് അതായത് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം, അതാണ് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ശ്രീനാരായണ ഗുരുവിനുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സന്ദേശം, ഈ ക്ഷേത്രപ്രതിഷ്ഠ ഇതര സമുദായങ്ങളിലും പ്രതിഫലിച്ചു. ഇതാണ് ശ്രീനാരായണ ഗുരു ചിലർ പറയുന്നത് ഈഴവൻ്റെ ഗുരുവാണ്, ഈഴവൻ്റെ ദൈവമാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ദൈവമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീനാരായണൻ തുടങ്ങി വെച്ച വിപ്ലവത്തിൻ്റെ ആ തീജ്വാലയുണ്ടല്ലോ, അത് മറ്റ് സമുദായങ്ങളിലെയും ഇരുട്ടകറ്റാൻ ഉപകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടത്തോളം അത് നായർ സമുദായത്തിലുണ്ട്, പരിഷ്കരണത്തിൻ്റെ കൊടി ഉയർത്തിയിട്ടുണ്ട്. നമ്പൂതിരി സമുദായത്തിനിടയിൽ ഞാനത് വളരെ വലുതായിട്ട് കാണുന്നതാണ്. അതായത് നമ്പൂതിരിക്ക് മനുഷ്യനാകണം എന്നൊരു മുദ്രാവാക്യം നമ്പൂതിരി യോഗക്ഷേമ സഭ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ലോകത്തിൽ നമ്മൾ കേരളത്തിൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഘകാലം തുടങ്ങി ഏകദേശം ഒരു സോഷ്യലിസ്റ്റ് സ്ട്രക്ചറൊക്കെ, ഒരു ഇക്വാളിറ്റി സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഏകദേശം നശിപ്പിച്ച് അങ്ങേറ്റത്തെ ചൂഷണ വ്യവസ്ഥ ഉണ്ടാക്കി അതിൻ്റെ മുകളിലിരുന്ന ആളാണ് മലയാള ബ്രാഹ്മണൻ. അയാളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതം ഈസ് ലെസ് ദാൻ ഹ്യൂമൻ, മനുഷ്യരിൽ താഴെയാണ്, നമ്പൂതിരി മനുഷ്യനാകണം എന്നുള്ളത്. പറഞ്ഞോളൂ. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുമായിട്ട് ഗുരു നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയിൽ സംസാരമുണ്ട്. അതായത് നമുക്ക് ഒന്നിച്ചിരുന്ന് പപ്പടം പൊട്ടിക്കാമെന്നാണ്, പക്ഷെ ജാതിബോധം ഇല്ലാതാക്കണം എന്നതാണ്. അപ്പം അത് ഈ പറയുന്ന ജേക്കബ് പറഞ്ഞതുപോലെ നമ്പൂതിരി സമുദായത്തിൽ പോലും വലിയ നിലക്ക് ചലനങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ഈ കൊടുങ്കാറ്റ് എല്ലാ സമുദായങ്ങളിലും പരിഷ്കരണത്തിൻ്റെതായിട്ടുള്ള കൊടിയുയർത്തി. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ ഈ പുസ്തകത്തിൽ ഈ തിരുനാവായിൽ നടക്കുന്ന ഒരു ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തെക്കുറിച്ച് പറയുന്നു. ആ സമ്മേളനത്തിൽ നിലമ്പൂർ കോവിലകത്തെ വലിയ തിരുമുൽപ്പാടിൻ്റെ ഭാര്യ ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ നടത്തുന്ന പ്രസംഗമുണ്ട്. ഇപ്പോഴത്തെ സമുദായത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പുരുഷന്മാർ നടത്തുന്ന കാര്യം, സ്ത്രീ വിമോചനത്തിൻ്റെ കാര്യമാണ് കല്യാണിക്കുട്ടിയമ്മ പറയുന്നത്. ആ പുരുഷന്മാരെ ആട്ടി അകറ്റും എന്നതാണ്. പുതിയ കാലത്തിൻ്റെ കൊടുങ്കാറ്റ് അങ്ങനെയാണ് വരുന്നത്. ആട്ടിയകറ്റ് 1929 തിരുനാവായയിലെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ RSSന് താത്വിക അടിസ്ഥാനം നൽകിയിട്ടുള്ള BS മുഞ്ചേ വരുന്നുണ്ട് ഈ സമ്മേളനത്തിൽ. കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസ്സുകാരാണ് ഇതിന് ആതിഥ്യം വഹിക്കുന്നത്. ആ സമ്മേളനത്തിൽ കല്യാണിക്കുട്ടിയമ്മ നടത്തിയിട്ടുള്ള പ്രസംഗം പുതിയ തലമുറ ശരിക്ക് സൂക്ഷ്മമായി പഠിക്കേണ്ടതാണ്. കാരണം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അസമത്വങ്ങൾ, സ്ത്രീയെ അടിമയായി കണക്കാക്കുന്ന സമീപനങ്ങൾ, ഇതിനെയൊക്കെ എതിരായിട്ട് ആ സമ്മേളനത്തെ പ്രസംഗിക്കുകയാണ്. സമ്മേളനം എന്തിനു വേണ്ടിയിട്ടാണ്? 1921 മലബാർ കലാപത്തെ തുടർന്ന് നിർബന്ധ മതപരിവർത്തനമാണ്. ഹിന്ദുക്കളായിട്ട് മതപരിവർത്തനം നടത്താൻ വേണ്ടി നിർബന്ധിതമായിട്ടുള്ള പ്രവർത്തനം, അക്രമങ്ങൾ, കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്നതാണ് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള പ്രചരണം. ആ പശ്ചാത്തലത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഹിന്ദു മഹാസഭ ശക്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അതിൻ്റെ പിന്നീട് RSSനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഹിന്ദു മഹാസഭ സമ്മേളനം നടക്കുന്നത്.
അവിടെയുള്ള മഹിളാ സമ്മേളനത്തിലാണ് കല്യാണിക്കുട്ടിയമ്മയുടെ പ്രസംഗം. എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സ്ത്രീയെ അടിമയാക്കി വെക്കുന്ന സമീപനത്തിനെതിരെ കല്യാണിക്കുട്ടിയമ്മ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീനാരായണ ഗുരു കൊളുത്തി വിട്ടിട്ടുള്ള ആ ദീപമുണ്ടല്ലോ, അത് എല്ലാ സമുദായങ്ങളിലും ഇരുട്ടകറ്റാൻ ഉപകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ കല്യാണിക്കുട്ടിയമ്മയുടെ പ്രസംഗം. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കില്ല എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രംഗത്ത് വരാനും. ഈ നമ്മുടെ മനുഷ്യരുടെ, ഞാനത് ആലോചിക്കാറുണ്ട്, അതായത് അന്ന് ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന 30കളിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും 2 മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെ മെച്ചപ്പെട്ട മനുഷ്യരാകാമെന്നുള്ളതായിരിക്കും അവരുടെ തോന്നൽ. അതെ അതെ. 100 വർഷത്തിന് ശേഷം ഇപ്പം നമ്മളൊരു വിവാഹത്തിനോ ഒരു ശവമടക്കിനോ ഒരു സാമൂഹിക ആഘോഷത്തിലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കണം? ഇപ്പം ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന് നമ്പൂതിരിയാണ് അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയായിട്ട് ജനിക്കണം. 100 വർഷം മുമ്പ് നമ്പൂതിരിക്കും മനുഷ്യനാകണം എന്നുള്ളതിൻ്റെ അകത്ത് നമ്മളിപ്പം മാറി. ഇത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ഈ ചരിത്രം തിരിഞ്ഞു വരുന്നു എന്നുള്ളത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, എന്താണ് റെസിസ്റ്റൻസിനുള്ള വഴി, എന്താണ്? അതായത് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരായിട്ട്, അതുപോലെ തന്നെ ഈ ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ എന്ന് നിലക്ക് പറയുന്നു. അപ്പോൾ സ്മൃതികൾ സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുന്നതാണ്. ആ സ്മൃതിയുടെ വ്യവസ്ഥ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഹിന്ദുത്വവാദികൾ അന്ന് വാദിച്ചത്, ഭരണഘടന ഉണ്ടാവുന്ന അവസരത്തിൽ. ഞാനിതിനകത്ത് എക്സ്റ്റൻസീവായിട്ട് വ്യവഹാരമാലയിൽ നിന്നുള്ള കോട്ട് ഞാൻ ഇതിനകത്ത് കണ്ടു. എങ്ങനെയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നിയമങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അല്ല, തിരുകൊച്ചി സ്റ്റേറ്റ് ഹിന്ദു സ്റ്റേറ്റ് ആയിട്ടാണ്. തിരുവിതാംകൂർ ഹിന്ദു രാജ്യമാണ്. ഹിന്ദു രാജ്യമാണ്. ആ ഹിന്ദു രാജ്യത്ത് മൺട്രോ സാഹിബ് വരുന്നതിന് മുമ്പേ നടപ്പാക്കപ്പെട്ട നിയമം എന്ന് പറയുന്നത് വ്യവഹാരമാലയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ ദണ്ഡനീതി എങ്ങനെയാണ്? ഓരോ ജാതിക്കും ഓരോ വർണ്ണത്തിനും പ്രത്യേകം ശിക്ഷാവിധി. കുറ്റം ചെയ്യുന്നതിന് ഓരോ ജാതിക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണനയാണ് ഈ വ്യവഹാരമാലയിൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പറയുന്ന കാര്യം. മൺട്രോ സാഹിബ് വന്നതിന് ശേഷം നിയമത്തിന് മുമ്പിൽ സമത്വം എന്ന് പറഞ്ഞാൽ സനാതനത്വം ഇവിടെ തകർന്നടിഞ്ഞതാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്ഥായിയായിട്ടൊരു മൂല്യബോധം സമൂഹത്തിൽ എവിടെയും നിലനിന്നിട്ടില്ല, ഇന്ത്യയിലും നിലനിന്നിട്ടില്ല, കേരളത്തിലും നിലനിന്നിട്ടില്ല, മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ മാറ്റപ്പെട്ട മൂല്യബോധം എന്താണ് എന്ന് സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അസമത്വം സൃഷ്ടിക്കുന്ന വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ അടുത്ത കാലത്തുള്ള ചർച്ചയുടെ ഉറവിടം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ്റെ ഇവിടെ തമിഴ്നാട് പ്രോഗ്രസ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ഈ സനാതനധർമ്മത്തെ അനീതിയുടെ വ്യവസ്ഥയായി കാണണം, അതുകൊണ്ട് കോവിഡിനെ പോലെ ഉച്ചാടനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ നിലക്ക് ബഹളം ഉണ്ടാക്കി. കേരളത്തിൽ 2024 ഡിസംബറിലാണ് ശിവഗിരി തീർത്ഥാടനം. അവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചെയ്തിട്ടുള്ള പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയും വലിയ വിവാദങ്ങൾ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അസമത്വം സൃഷ്ടിക്കുന്ന വ്യവസ്ഥയെ മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള നവോത്ഥാന പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടന്നത്. അതിൽ ശ്രീനാരായണ ഗുരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, അതിൻ്റെ ഒരു ബെനഫിഷ്യറി എന്ന് പറയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും ഏകദേശം 20 വർഷം കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നതും ഒക്കെ അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ്. സമൂഹം ഇങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്കും പഴയ ഈ പറയുന്ന പോലെ ചരിത്രബോധമില്ലാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എനിക്ക് അടുത്ത ജാതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾക്ക് ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ, നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സൊസൈറ്റി അതിൻ്റെ മാമൂലുകളിലേക്ക് തിരിച്ചു പോകണം, ജാതിയിലേക്ക് തിരിച്ചു പോകണം, മതത്തിലേക്കും മതദ്വേഷത്തിലേക്കും തിരിച്ചു പോകണം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അത് അങ്ങനെ പോകണമെന്ന് സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറകോട്ട് ചിന്തിക്കുമ്പം ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളീയ സമൂഹം ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയം, നമുക്ക് സമൂഹത്തിന് മൊത്തത്തിൽ ഒരു പിന്നടത്തം, പിന്നിലേക്കുള്ള ഒരു പോക്ക് പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ജാഗ്രതപ്പെടണം.
ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത കാലം ഒന്ന് നോക്കുമ്പോൾ ഒന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം 1856 അതാണല്ലോ 1856 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനകാലമായിട്ട് കണക്കാക്കുന്നത്. 1928 അദ്ദേഹം മരിച്ചു. ഈ കാലത്തിനിടക്ക് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ നോക്കുമ്പോൾ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അത് നമ്മൾ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വിദേശത്ത് പോയിട്ടില്ല, കേരളത്തിൽ നിന്ന് അധികം വെളിയിൽ പോയിട്ടില്ല, ഇടയ്ക്ക് സിലോണിൽ പോയിട്ടുണ്ട്, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം സ്വന്തം, അതിൻ്റെ അപ്പുറമൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. ആ ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിച്ചു. എന്നിട്ട് നമ്മുടെ കേരളീയ സമൂഹത്തിലെ പഴയ ചരിത്രങ്ങൾ ഒക്കെ മനസ്സിലാക്കി, ഐതിഹ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം ചെന്നെത്തുന്നത് എന്താ, ഞാൻ നേരത്തെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ അതിൽ എഴുതി വെച്ചു. അതുപോലെ തന്നെ ഈ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്കിടയിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കണ്ടാൽ, നേരത്തെ ജേക്കബ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കണ്ടാൽ എന്താ അന്വേഷിക്കേണ്ടത്? പേരൂര് തൊഴിലീ മൂന്നും പോരുമായത് കേൾക്കുക എന്നതാണ്. ഇതാണ് പേര്, ഊര്, ദേശം എവിടെയാണ്, തൊഴിൽ, ഈ മൂന്നും അല്ലാതെ നിങ്ങളെ ശരീരം കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഏത് ജാതിയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതർകൂത്വം ഗവാം യഥ എന്നതാണ്. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം. ഇത് ഈ ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം ശക്തിപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇടപെടലിൻ്റെ ഒരു സവിശേഷത. രണ്ടാമത് നേരത്തെ പറഞ്ഞ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. അത് അരുവിയിൽ ഇറങ്ങിയിട്ടൊരു കല്ലാണ്, അല്ലാതെ ശിവലിംഗമല്ല അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്ര പ്രതിഷ്ഠയെ സംബന്ധിച്ച് ഞാൻ കണ്ടു, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു. ഓരോ ജാതിക്കുമുള്ള ശിവലിംഗത്തിൻ്റെ, ബ്രാഹ്മണന് ശിവലിംഗത്തിൻ്റെ വലുപ്പം എത്രയാണ്, അതിൻ്റെ ലിംഗത്തിൻ്റെ അഗ്രം എത്രമാത്രം ഉരുണ്ടിരിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് ആ തന്ത്ര സമുച്ചയം. അപ്പോൾ ആ തന്ത്ര സമുച്ചയപ്രകാരം പ്രതിഷ്ഠിച്ച ക്ഷേത്രവും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രവും ഒരുപോലെയാണ്. എന്നിട്ട് സംഘപരിവാർ ശക്തികൾ പറയാണ് ശ്രീനാരായണ ഗുരു സനാതന ഹിന്ദു ധർമ്മ സന്യാസിയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈശ്വരാരാധന 3-ാം സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. 1-ാം സ്ഥാനം എന്താ? നിങ്ങൾ ശുചിത്വം പാലിക്കുക, പിന്നെയോ നിങ്ങൾ വിദ്യ നേടുക, 1-ാമത്തെ അറിവ് നേടുക, 2-ാം സ്ഥാനം ശുചിത്വം, 3-ാമത്തെ ആരാധന, പിന്നെയോ കൃഷി, വ്യവസായം, സാങ്കേതിക തൊഴിലുകൾ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടിച്ച് ശക്തരാവാനും വേണ്ടിയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആഹ്വാനം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണൊരുക്കുകയായിരുന്നു. അതാണ് ജേക്കബ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയും വളർച്ചയുമായിട്ടാണ് കോൺഗ്രസിനകത്ത് ഇടതുപക്ഷ വിഭാഗം രൂപപ്പെടുന്നത്. അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. പക്ഷെ വളക്കൂറുള്ളൊരു മണ്ണൊരുക്കിയത് ഈ നവോത്ഥാന പ്രസ്ഥാനം, അത് ശ്രീനാരായണ ഗുരുവിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മൾ വീണ്ടും, എൻ്റെ പ്രശ്നം നേരത്തെ ചോദിച്ചു, നമ്മൾ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലല്ലേ നമ്മളിപ്പോൾ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത്? രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നം ഇപ്പം വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പം ഈ 2026 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചു. എൻ്റെ ഒരു വിമർശനം ഉള്ളത്, ഈ പ്രശ്നത്തെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ചെറുതായിട്ടെങ്കിലും കിട്ടുന്ന ഒരു മേൽക്കൈ തടഞ്ഞു നിർത്താൻ വേണ്ടി അതേ രാഷ്ട്രീയം കളിക്കാനല്ലേ CPM ശ്രമിച്ചത്. ഇപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹം ഏത് നിലയ്ക്കെടുത്താലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതെങ്കിലും ആദർശമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് ശ്രീനാരായണ പ്രസ്ഥാനക്കാർ പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ CPMO അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഇടപെടാൻ പാടില്ലാതിരുന്ന പല മേഖലകളിലും ഈ ചെറുതായിട്ടെങ്കിലും ഹിന്ദുത്വ ശക്തികളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അവരുടെ പിന്തുണ കിട്ടും എന്നൊരു തോന്നൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ CPM-ന് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ വകയായി കണ്ട പ്രസ്താവനയിൽ നിന്നും, ഞാൻ അങ്ങനെ നേരിട്ട് പറഞ്ഞു എന്നുള്ളതല്ല, പക്ഷേ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്താൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ആ പേര് പറയുന്നതുകൊണ്ട്, ആവർത്തിച്ച് പറയുന്നതുകൊണ്ട്, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പാറ്റേൺ ഉള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ജനസാമാന്യത്തെ അപരവൽക്കരിക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഒരു സിമ്പലാണ് അദ്ദേഹത്തെ ആ പ്രസ്താവനകളെയും ഒക്കെ
അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പറഞ്ഞത്, മറ്റ് സമുദായത്തെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊതിഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അതിൽ രണ്ട് ഭാഗമായിട്ട് ഇതിന് മറുപടി പറയേണ്ടത്. ഒന്ന്, പിന്നർത്ഥം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ പിന്നർത്ഥം പൂർണ്ണമാക്കൽ അത്ര എളുപ്പമല്ല. അതാണ് കേരളം എന്ന് പറയുന്ന ഒരു സമൂഹം വളർന്നു വന്നതിൻ്റെ ചരിത്രപരമായിട്ട് പശ്ചാത്തലം നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല അത്. അതായത് പിന്നിലേക്ക് കൊണ്ടുപോകാൻ. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും വാഗ്ഭടാനന്ദൻ്റെയും ഒക്കെ കാലത്ത് ആരംഭിച്ചതും അവരുടെ ജീവിതാവസാനത്തോടുകൂടി അവസാനിച്ചതുമല്ല. അതൊരു നിരന്തര പ്രക്രിയയാണ്. ആ നിരന്തര പ്രക്രിയയെ മനസ്സിലാക്കിക്കൊണ്ട് നവോത്ഥാനത്തെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇന്നുണ്ട് സമൂഹത്തിൽ നവോത്ഥാനവും പുനരുത്ഥാനവും തമ്മിലുള്ള ആശയ സമരം നടക്കുന്നുണ്ട്. നിങ്ങൾ ഏതിൻ്റെ കൂടിയാണ്, ഞാൻ ഏതിൻ്റെ കൂടിയാണ് എന്ന് സമൂഹത്തോട് നമ്മൾ പ്രതികരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. ഇത് നമ്മൾ കൃത്യമായി ഡിഫൈൻ ടു ബി വെരി ബ്ലണ്ട്, ഇത് ഡിഫൈൻ ചെയ്യുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പങ്കെടുത്തിട്ടുണ്ടോ? പുനരുത്ഥാനവും നവോത്ഥാനവും തമ്മിലുള്ള വ്യത്യാസം ഇത് കൃത്യം ഈ പുസ്തകത്തിൽ എനിക്കത് കാണാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുനരുത്ഥാനം, ഇതാണ് നവോത്ഥാനം, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ബ്ലണ്ടായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനും ഞങ്ങൾ ഇന്നിടത്താണ് നിൽക്കുന്നത് എന്ന് പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ അതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൽ പോരായ്മകൾ ഉണ്ടാവാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ആ നവോത്ഥാനത്തിൻ്റെ മൂല്യബോധത്തെ നിലനിർത്താനും ആ പുനരുത്ഥാന ശക്തികളുടെ നവോത്ഥാന മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിണറായിയുടെ പ്രസംഗം, തുടർന്ന് കിടന്ന ചർച്ച, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞാൻ ഈ പുസ്തകം എഴുതുന്നത് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ ഇന്നതാണ് എന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് വഴി, സനാതനത്തിൻ്റെ ഹിന്ദുത്വ വഴി ഇതാണ്, അതുകൊണ്ട് ജാഗ്രതപ്പെടുക. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഞാൻ ഈ പുസ്തകത്തിലൂടെ ജനങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇപ്പോഴും തുടരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ്. ആ കണ്ടിന്യൂറ്റി കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതാണ് ശ്രീ പിണറായി വിജയന്റെ പ്രസ്താവന വളരെ കറക്റ്റാണ്. ഈ പുസ്തകം കാരണം ഈ പുസ്തകത്തിൻ്റെ സത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഓരോരുത്തരെയും നമ്മുടെ നേരത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ സിമ്പൽ എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ആളുകൾ അവരങ്ങനെ തന്നെയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമുണ്ടാവും. പക്ഷേ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്ത സമൂഹം പൊതുവെ ഹിന്ദുക്കളായി നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നത് കൊണ്ടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് നിലപാടുകൾ. അവർ സനാതനത്തിൻ്റെയും വർണ്ണ ആശ്രമ വ്യവസ്ഥയുടെയും ആരാധകരല്ല എന്ന് മാത്രമല്ല, അവർ നിരന്തരം അതിനെ എതിർത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിലുള്ള എല്ലാ റെഫറൻസും അതാണ്. അതെങ്ങനെ എങ്ങനെ സനാതനധർമ്മത്തിൻ്റെ ആശയങ്ങളുമായിട്ട് ഇവർ നിരന്തരം പോരാട്ടത്തിലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് വളരെ ഡിഫൈൻഡാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റാണ് എഴുതുമ്പോൾ അതിൻ്റേതായ റോള് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളിൽ നമ്മളിത് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ സമൂഹത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ അത് കേരളത്തിൽ മാത്രമുള്ളതല്ല, ഈ രാജ്യം മുഴുവൻ നടക്കുന്ന അത് നമ്മൾ കഴിയുന്നിടത്തോളം റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് വേണ്ടതുപോലെ റെസിസ്റ്റ് ചെയ്തതിന് പകരം അക്കൂടെ അങ്ങ് കൂടിക്കളയാം എന്നൊരു തോന്നൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജേക്കബിന് തോന്നിയത് പൂർണ്ണമായും സത്യമല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് എത്തിയ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്ത്, മനസ്സിലായില്ലേ, കോൺഗ്രസിനകത്ത് ഇടതുപക്ഷ വീക്ഷണം രൂപപ്പെടുന്നതിൻ്റെ ചരിത്രമുണ്ട്. ഇതിനകത്ത് അന്ന് 1930കളിൽ എഴുതിയിട്ടുള്ള മാതൃഭൂമിയുടെ ഒരു മുഖപ്രസംഗമുണ്ട്. അതായത് 34 കൂടിയാണല്ലോ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിൽ വരുന്നത്. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ കമ്മിറ്റി ചേർന്നിട്ട് സമ്മേളനം, അതായത് കോൺഗ്രസ് നേതൃത്വം തന്നെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലായപ്പോൾ സാമ്യവാദികൾ എന്നാണ് അന്നത്തെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. സോഷ്യലിസ്റ്റ് വീക്ഷണമുള്ളവർ, ഇതാണ് സമത്വ വീക്ഷണമുള്ളവർ. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ്? കൃഷിക്കാരെ സംഘടിപ്പിക്കണം. അത് കോൺഗ്രസിൻ്റെ കർമ്മപരിപാടിയല്ല, ഇടതുപക്ഷത്തിൻ്റെ കർമ്മപരിപാടിയാണ്. തൊഴിലാളികൾ അടിമ സമാനമായിട്ട് ജീവിതം നയിക്കുന്നവരാണ്, അവരെ സംഘടിപ്പിക്കണം. എന്നിട്ട് അവരുടെ മോചനം കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ മോചിപ്പിക്കൽ കൂടിയാണെന്നുള്ള വീക്ഷണം
ഇടതുപക്ഷമാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, അധ്യാപക പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത് ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ തുടർച്ച ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്തത് പിന്നീടും തുടർന്നിട്ടുണ്ട്. കാരണം ഈ ജാതിമത രാഷ്ട്രീയ ശക്തികൾക്കെതിരായിട്ട് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പോരാടിയത്. ഇപ്പോൾ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ് പോരാടുന്നത്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ 2026 തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. വർത്തമാനകാലം അതാണല്ലോ, ഭൂതകാലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വർത്തമാനത്തിൻ്റെ കാര്യം നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF നല്ല ഭൂരിപക്ഷം കിട്ടി. 140 സീറ്റിൽ 102 സീറ്റോടുകൂടി കേരളത്തിലെ UDF അധികാരത്തിൽ വന്നല്ലോ. ആ UDFൻ്റെ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ കാലാൾപ്പടകൾ ആരായിരുന്നു? ജാതിമത വർഗീയ ശക്തികളാണ്. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയോട് ഏപ്റ്റായിട്ട് പറ്റിയ നിലയിൽ പ്രതികരിച്ചോ എന്ന ചോദ്യം ചോദിച്ചാൽ അത് ഞങ്ങളൊരു സെൽഫ് ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല നിലക്ക് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒറ്റപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒറ്റപ്പെട്ട കാര്യമാണോ? ഒറ്റപ്പെട്ട അതിനകത്തൊരു പാറ്റേൺ ഇല്ലേ? അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിലേക്ക് അങ്ങ് പറയാൻ വരുന്നതിലേക്ക് പിന്നീട് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കുള്ള ഒരു സൂത്രപ്പണി ആയിരുന്നില്ലേ അത്? അതിൻ്റെ അകത്തൊരു പാറ്റേൺ, അയ്യപ്പ സംഘം അടക്കമുള്ള നടപടികൾ ഒരു പാറ്റേൺ അല്ലായിരുന്നു അത്? അതല്ലാതെ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പ്രധാനപ്പെട്ട കാരണങ്ങൾ, അപ്രധാനമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. നിങ്ങൾ അപ്രധാനമായവയെ പ്രധാനമായിട്ട് ചിത്രീകരിക്കുന്നതാണ് നിങ്ങളുടെ ചോദ്യത്തിലുള്ളത്. പ്രധാനപ്പെട്ടത് എന്താ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഫലം തുടർ ഭരണത്തിനുള്ള ഒരു ജനവിധിയായിരുന്നു നൽകിയത്. കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ അതിനു മുമ്പെയൊക്കെ ഭരണം ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ 57 2 കൊല്ലം, 67 2 കൊല്ലം, 80 2 കൊല്ലം, ഇങ്ങനെയാണ്. പിന്നെ 91 4 കൊല്ലം. 4 കൊല്ലം ഭരിച്ചിട്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 വർഷം ഭരിച്ചു, എന്നിട്ട് തുടർ ഭരണം. മുന്നത്തേക്കാൾ 16 തെരഞ്ഞെടുപ്പിനേക്കാൾ 2021 LDFന് അനുകൂലമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായല്ലോ. 99 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്നത്. ആ തുടർ ഭരണം വന്നതിനെ തുടർന്ന് കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തി. എന്തിന്? ഈ ഭരണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആക്രാന്തത്തോടു കൂടിയുള്ള ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് കേരളത്തിലെ വർഗീയ ശക്തികൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് തർക്കമില്ല കാര്യത്തിൽ, അതില്ല, എനിക്ക് അതെ. ആ വർഗീയ ശക്തികൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇടത് ഹിന്ദുത്വ എന്നൊരു ടേം എങ്ങനെ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് ഏത് തീരുമാനവും വർഗീയമായിട്ടും മുസ്ലിം വിരുദ്ധമായിട്ടും വ്യാഖ്യാനിക്കാനുള്ള, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു 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 സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഏത് തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഞാൻ നിലമ്പൂർ ശ്രീ M സ്വരാജിൻ്റെ പരാജയം മീഡിയ 1 ചാനലിൽ എടുത്തു വെക്കുന്നത് ഇടത് ഹിന്ദുത്വയുടെ പരാജയം എന്നാണ്. ശ്രീ സ്വരാജ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ, എല്ലാവരും സംസാരിക്കണമെന്നില്ല, പാർട്ടിയുടെ നിലപാട് മാത്രം, അദ്ദേഹം വളരെ പാർട്ടി നിലപാടിൻ്റെ അപ്പുറത്തേക്ക് പോയി പലപ്പോഴും അതിൻ്റെ അകത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന, ലോകമെങ്ങും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പരാജയത്തെ കൂടി ഇടതു ഹിന്ദുത്വയുടെ പരാജയം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യാഖ്യാന പരിസരം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മൂർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു പരാജയം പറ്റിയത് കൊണ്ടുകൂടിയല്ലേ വലതുപക്ഷ ശക്തികളിൽ നിങ്ങൾ പറയുന്ന ഈ ആളുകളുടെ ഇതിലേക്ക് മനുഷ്യർ പോയി വീഴുന്നത്? കാരണം കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും വളരെ സ്ട്രോങ് ആയിരുന്നില്ലേ? കാരണം നിലപാടുകളിൽ ഒരു സംശയമില്ലാത്തത് കൊണ്ട് കൂടിയായിരുന്നില്ലേ പഴയ കാലങ്ങളിൽ കാര്യങ്ങൾ പറയാൻ പറ്റും? നിലപാടുകൾ ഉണ്ടായ സന്ദേഹം കൊണ്ടുകൂടി ആയിരിക്കില്ലേ നിങ്ങൾക്കിത് വ്യക്തമായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ, പ്രതിരോധിക്കാൻ പറ്റാതെ പോയത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ബഹുജനാടിത്തറ നോക്കുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും പ്രധാനം. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് CPM സ്വീകരിച്ചു എന്നതാണല്ലോ എൻ്റെ ചോദ്യം, താങ്കൾ ആരോപിക്കുന്നത്. അത് വസ്തുതയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കുന്നു,
ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരാ പ്രതിനിധാനം ചെയ്യുന്നത്? സംഘപരിവാർ, BJP. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഓരോന്നും ഉണ്ടായപ്പോൾ ആരാണതിനെ പ്രതിരോധിച്ചത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ജേക്കബിനോട് ചോദിക്കുന്നത്. ആരാ പ്രതിരോധിച്ചത്? നിങ്ങൾ നോക്കൂ, മുമ്പ് ആ ചോദ്യത്തിന് എനിക്ക് പി ജയരാജൻ തന്നെയാണ് ഏറ്റവും നല്ല ഉത്തരം. നിങ്ങളുടെ ശരീരം തന്നെയാണ് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം. എനിക്ക് അതിനൊന്നും തർക്കമില്ല. അതെ, ഞാനെന്ന വ്യക്തി മാത്രമല്ല. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലാണ് മുമ്പ് ഒരു ഹിന്ദു മഹാസമ്മേളനം നടത്തിയത്. ഇവിടെ മലബാറിൽ, കണ്ണൂരിലാണ് നടത്തിയത്. മലബാറിലെ ഹിന്ദു വിഭാഗത്തിനിടയിൽ RSSന് സ്വീകാര്യത സൃഷ്ടിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലാണ് ഹിന്ദു മഹാസമ്മേളനം നടന്നത്, മലബാർ മഹാസമ്മേളനം. ആ സമ്മേളനത്തെ പ്രതിരോധിച്ചതാരാണ്? CPIM. ഞങ്ങൾ എല്ലാ മേഖലയിലും ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി പ്രചരണം നടത്തി. ഞാനന്ന് പല മീറ്റിങ്ങുകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിച്ച ഓരോ സ്ഥലങ്ങളിലും ഞാൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള CPMൻ്റെ നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണ് ഉദ്ധരിച്ചത്. അപ്പോൾ നവോത്ഥാന നായകന്മാരുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദുത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചതും CPIM ആണ്. മനസ്സിലായില്ലേ? അത് 2000-ൻ്റെ ആ സന്ദർഭത്തിൽ, 2000 ആ ഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയത്. അതിനെ പ്രതിരോധിച്ചത് CPM ആണ്. കോൺഗ്രസ് ആണോ, ലീഗാണോ? അല്ലല്ലോ. അപ്പോൾ കേരളത്തിൽ RSSൻ്റെ ആസൂത്രണം, സംഘപരിവാർ ശക്തികളുടെ ആസൂത്രണം, എന്തിന്? സ്വാധീനം നേടാൻ. ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും സംഘപരിവാർ വലിയ സ്വാധീനം നേടിയല്ലോ. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് കേരളം എത്താതിരുന്നതിന് എന്താണ് കാരണം? കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള റെസിസ്റ്റൻസാണ്. അത് ആശയപരമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അവരുടെ കായികമായിട്ടുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള എത്രയോ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മതനിരപേക്ഷ കേരളം നിലനിൽക്കാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് CPMന് ഒരു മൃദു ഹിന്ദുത്വമുണ്ട്, എന്നിട്ട് അതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നറേഷൻ ഉണ്ടല്ലോ, ഇടത് ഹിന്ദുത്വം, അത് അവരുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എതിരായി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച CPM ആണ്. ഉദാഹരണത്തിന് രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്തി, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണിക്കുന്നതിന് വേണ്ടി സീതാറാം യെച്ചൂരിൻ്റെ അടുക്ക പോയല്ലോ അതിൻ്റെ സംഘാടകന്മാർ. ഹർജിപ്പുറത്ത് തന്നെ മറുപടി കൊടുത്തു, ഞങ്ങൾ ഒരു മതവിശ്വാസത്തിനും എതിരല്ല, എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ ഇത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ്. നമ്മുടെ കേരളത്തിലും അതിൻ്റെ പതിപ്പുകളുണ്ട്. പ്രതിഷ്ഠയില്ലാത്ത ഹിന്ദു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ പുനഃപ്രതിഷ്ഠ എന്ന ബോർഡ് വെക്കുക, ഭാഗവത സപ്താഹ യജ്ഞം എന്ന പേരിൽ പ്രഭാഷണ പരിപാടികൾ നടത്തുക, ഭാഗവതത്തിലെ 2 ശ്ലോകം ചൊല്ലുക, എന്നിട്ട് പിണറായി വിജയനെ പറ്റി പറയുക, കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുക, ക്ഷേത്രങ്ങളിൽ പോയിട്ട് സ്വാമിമാരെ പ്രസംഗിക്കുക. ആരാ അതിനെ പ്രതിരോധിക്കുന്നത്? കോൺഗ്രസ് ആണോ? മുസ്ലിം ലീഗാണോ? അല്ല, CPM ആണ്. ഇപ്പോഴും ആ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത് CPM ആണ്. കായികമായിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പിന്തുടർന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ജീവൻ ബലിയർപ്പിച്ചവർ. അത് ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം എന്താണ് ജേക്കബ്? ജീവത്യാഗം. കേരളത്തിൽ 215 CPMൻ്റെ സഖാക്കളാണ് RSSൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് രക്തസാക്ഷിത്വം വരിച്ചത്. 215 പേര്. അതിന് ചില മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയം. കണ്ണൂരിലെ നേതാക്കന്മാർക്ക് അക്രമത്തോട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, വക്രീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ 13 എണ്ണത്തിലും CPMൻ്റെ പ്രവർത്തകന്മാരാണ് RSSകാരാൽ കൊല ചെയ്യപ്പെട്ടത്. കോൺഗ്രസ്സുകാരാണോ, ലീഗുകാരാണോ? അപ്പോൾ അത്തരമൊരു പാർട്ടിയെക്കുറിച്ച് ഇടതു ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴിയാണ്. അതവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനായോ എന്ന വിഷയം നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. പക്ഷേ
ഈ പോരാട്ടത്തിൻ്റെ ചരിത്രം, ജീവത്യാഗത്തിൻ്റെ ചരിത്രം അത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഇത്തരമൊരു നറേഷനെ അതിജീവിക്കാനാവും, അതിന് മറുപടി പറയാൻ പറ്റും.